നാട്ടിൽ പോയാൽ പിന്നെ ഫുള്ള് ഫുഡ് കഴിക്കലാണല്ലോ. ചക്കയും കപ്പയും മാങ്ങയും തേങ്ങയും എല്ലാം ഉള്ള സമയത്തായിരുന്നു ഇപ്രാവശ്യം പോയത്. ചക്ക പഴുത്തതും ചക്ക പച്ചയ്ക്കും ചക്കക്കുരുവും അങ്ങനെ 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 ചക്കയുടെ ഒരു ബഹളമായിരുന്നു. പിന്നെ വന്നപ്പോൾ ആദ്യമായിട്ട് കൺമണി ഇന്ത്യയിൽ വന്നതാണല്ലോ, അപ്പോൾ നമുക്ക് പാളയിൽ കിടത്തി കുളിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പാളയൊക്കെ പോയി പറിച്ചുകൊണ്ട് വന്നു, എടുത്തുകൊണ്ട് വന്നു കണ്ടെത്തിന്ന്. പിന്നെ മുറ്റത്ത് എപ്പോഴും നമുക്ക് ഈ കമ്പിളി നാരങ്ങ, ഇത് ഇവിടെ നമുക്ക് ഡെയിലി ഉള്ള ഒരു സാധനം കേട്ടോ. അതായത് 365 ദിവസം നമുക്ക് കമ്പിളി നാരങ്ങ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പാളയിൽ എണ്ണ തേച്ച് അപ്പച്ചി അവളെ കുളിപ്പിച്ചു. ആ സമയം കൊണ്ട് നമ്മൾ മുറ്റത്തൂടൊക്കെ നടന്നു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഉടനെയുള്ള പരിപാടിയാണ് മുറ്റത്തൂടൊക്കെ നടന്ന് എന്തൊക്കെ ഫ്രൂട്ട്സൊക്കെ കിട്ടും എന്നുള്ള നോട്ടം എപ്പോൾ പോയാലും ഉണ്ട്. അപ്പോൾ അങ്ങനെ പപ്പായ പഴുത്തതുണ്ടായിരുന്നു, അപ്പോൾ അത് പറിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുറ്റത്ത് 2 കുളമുണ്ട്. അപ്പോൾ കുളത്തിൻ്റെ അടുത്ത് ഉള്ള ഈ ഒരു നാരകം, ഇതും ഈ പറഞ്ഞ പോലെ ഇത് അച്ചാർ വെക്കുന്ന നാരങ്ങയാണ്, നാരങ്ങ വെള്ളം പിഴിയുന്നതല്ല. അതുകൊണ്ട് നമുക്ക്, പക്ഷേ ഇത് എന്നും കായ്ക്കുന്ന അച്ചാർ വെക്കുന്ന നാരങ്ങയാണ്. അപ്പോൾ താഴെ കടന്ന് നോക്കുക, കൺമണിയെ കൊണ്ടുപോയി തൊടിയിക്കുകയും, ആദ്യമായിട്ടാണല്ലോ നാട്ടിൽ വന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. ഇത് നമ്മുടെ മുറ്റത്ത് 2 വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ ഏർലി എന്ന് പറഞ്ഞ വരിക്ക ചക്കയാണ്. ഇതിലെ ചക്കപ്പഴവും കഴിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായി, അടിപൊളി മധുരം. പിന്നെ കൊച്ചിലെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. കൺമണി എല്ലാവരുടെ അടുത്തും, കൺമണിക്ക് ഭയങ്കര അതിശയം എല്ലാവരും ഇങ്ങനെ എടുക്കാനൊക്കെ ഉള്ളതൊക്കെ കാരണം വീട്ടിലിവിടെ നമ്മൾ തന്നെയൊക്കെ ഇരുന്നതാണല്ലോ. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അടുത്ത് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മക്കുഞ്ഞി, എൻ്റെ അനിയത്തി, അത് പിന്നെ അവൾ കാർത്തിയെ അതെ കൺമണി അതെ ഇങ്ങനെ തിന്ന് തീർക്കുന്ന പോലെ എപ്പോഴും ഇങ്ങനെ ഞെവിടി അളിച്ച് പൊളിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ വെച്ച്, ഇപ്പോൾ അവൾ 10 കിലോയാണ് വെയിറ്റെങ്കിൽ ഇവളുടെ അടുത്ത് ഒരു ദിവസം കൊണ്ട് കൊടുത്താൽ അത് 8 കിലോയാവും. അതുപോലെ തന്നെ ഞെവിടി ശരിയാക്കിയാണ് വെക്കാറുള്ളത്. പിന്നെ കാർത്തികയായാലും അമ്മക്കുഞ്ഞി മാത്രം മതി, അവളെ കണ്ടാൽ പിന്നെ 2 പേര്. ഇപ്പോൾ ഇവളെ കൊണ്ട് ചെന്ന് അവളെ കാണിച്ചപ്പോഴും അതെ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷേ ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ അങ്ങനെ 2 പേരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറക്കം. കാർത്തിക അവളുടെ അടുത്തൊന്നും മാറത്തില്ല. ഇപ്പോൾ കൺമണി അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഞങ്ങൾ തമ്മിൽ 1.5 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു ഇത് അവർക്കും കാണുമ്പം എന്നെപ്പോലെ തന്നെ അവളെ ഫീൽ ചെയ്യുന്നതും ഒക്കെ ഞാനും ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ കൊണ്ട് വിടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതാണ് ഇവരുടെ ഉറങ്ങുന്ന രീതി, ഇങ്ങനെ കിടന്നോളും എപ്പോഴും. അപ്പോൾ ഉഷാമ്മയുടെ അടുത്തൊക്കെ അവൾ പോകുന്ന കാരണം പിന്നെ അതും ഒരു സന്തോഷം. നാട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും ഉള്ളത് ഭയങ്കരമായിട്ടും അല്ലേ, നമ്മുടെ കുഞ്ഞിനെ എടുക്കാനും നമ്മുടെ കാര്യങ്ങൾക്കും എല്ലാം താഴെ അമ്മയും അച്ഛനും, ഇപ്പോൾ ഉഷാമ്മയും അച്ഛനും അവരെല്ലാം ഉണ്ട്. പിന്നെ തൃശ്ശൂർന്ന് അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൺമണിക്കാണെങ്കിൽ ആരെയും ഒരു പരിചയക്കുറവില്ല, എല്ലാവരുടെ അടുത്തും പോയിക്കോളും. പിന്നെ ഈ പ്രാവശ്യം ദേവനും വന്നിട്ടുണ്ട്, കാരണം ഗീതുവിൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവരും നാട്ടിൽ വെക്കേഷനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അവൻ അവളുടെ കാല് പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുക, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാലം ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അവൾക്ക് ഉമ്മ ഓടിക്കുകയും, ചെറിയ കുട്ടിയാണല്ലോ, അത് കാരണം അവളെ തൊടുകയും ഉമ്മ ഓടിക്കുകയൊക്കെ ചെയ്ത് കുറേ നേരം അങ്ങനെ. അപ്പം കസിൻസൊക്കെ തമ്മിലും കാണാൻ പറ്റി, ഭയങ്കര സന്തോഷം. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.